ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കട്ടപ്പനയിൽ നിന്ന് മാട്ടുക്കട്ടയ്ക്കാണ് കേട്ടോ. മാട്ടുക്കട്ടയിൽ നമ്മുടെ അയ്യപ്പൻ കോവിൽ കാണാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലുകാരനായി എപ്പിക്കിനെ തിരക്കിയാണ് കേട്ടോ. എപ്പിക്ക് എവിടെയോ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവനെ കണ്ടെത്താനായിട്ടാണ് ഈ യാത്ര. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് അവൻ ഇങ്ങനെ ഒരു കലിങ്കിലിരിപ്പുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിർത്താനായിട്ട് ഓട്ടോ പോയതാണ്. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അവനവിടെ ഇരിക്കുന്നത്. പിന്നെ അവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവനെയും വണ്ടിയെ കയറ്റി നമ്മൾ ഒരുമിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവൻ എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല, ചോദിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരി നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. വണ്ടി അവിടെ ഇട്ടു, അവൻ്റെ വണ്ടി. പിന്നെ ഞങ്ങൾ നേരെ അയ്യപ്പൻ കോവിലിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം അയ്യപ്പൻ കോവിൽ എന്ന് പറയുമ്പോൾ മാട്ടുക്കട്ടയിൽ നിന്ന് തിരിഞ്ഞു വേണം അയ്യപ്പൻ കോവിലിലേക്ക് പോകാൻ കേട്ടോ. കട്ടപ്പന ടു മാട്ടുക്കട്ട കേട്ടോ. മാട്ടുക്കട്ടയിൽ നിന്ന് അയ്യപ്പൻ കോവിൽ. അപ്പം ഞങ്ങൾ അവിടെ അയ്യപ്പൻ കോവിലിൽ എത്തിയിട്ടുണ്ട്. അവിടെ അതിമനോഹരമായ ഒരു ആട്ടുപാലം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ആട്ടുപാലത്തിലാണ് ഞങ്ങൾ ആദ്യം കയറാനായിട്ട് പോകുന്നത്. 1960കളിൽ ഇടുക്കി ജില്ലയിൽ തന്നെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു കേട്ടോ നമ്മുടെ അയ്യപ്പൻ കോവിൽ. പെരിയാർ നദിയുടെ തീരത്ത് നിന്ന് 200 മീറ്റർ നീളമുള്ള ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ അവിടെ. ആ തൂക്കുപാലമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ആ തൂക്കുപാലത്തിൽ കയറി നിൽക്കാനും. പേടിയില്ലാത്തവർക്ക് കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടുമ്പോൾ നമുക്ക് പേടിയാവും. അല്ലാത്തവർക്കൊക്കെ നല്ല ഇതിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാലമാണ്. 25 പേര് കൂടുതൽ ഇതിൽ കയറാൻ പാടില്ല. 25 പേര് കൂടുതൽ കയറി കഴിഞ്ഞാൽ ഇതെന്തോ തകരാറിലാണ്. അതിനാലാണ് 25 പേരാണ് മാക്സിമം കയറാവുള്ളൂ എന്നും പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതനുസരിച്ച് 25 പേര് മാത്രം കയറുക. അപ്പോൾ എന്താ പറയുക, ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തുള്ളിച്ചാടാതെയൊക്കെ പോവുക. പിള്ളേരൊക്കെ തുള്ളിച്ചാടുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു ചേട്ടൻ നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാട്ടുക്കട്ടയും പോട്ടെ, മാങ്കുളത്ത് ഇതുപോലെ ഒരു ആട്ടുപാലം ഉണ്ട്. അതും ഒരു രക്ഷയില്ലെന്ന് പറയാം. ഭയങ്കര ആട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആട്ടമെന്ന്. പക്ഷേ ഞങ്ങൾ മാങ്കുളം പോയിട്ട് ഞങ്ങൾക്ക് അത് കാണാൻ സാധിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല. എന്നാലും ഇതിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അപ്പോൾ പിന്നെ അതിൽ കയറാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. നല്ല ഭംഗിയാണ്. അതിൻ്റെ മണ്ടയിൽ കൂടെ നടക്കാനൊക്കെ ഇച്ചിരി പേടിയുണ്ടെങ്കിലും ഇത് കണ്ടോ, അവൻ കിടന്ന് ഭയങ്കര ചാട്ടമൊക്കെയാണ്. അപ്പം ഞാനവനെ വഴക്കൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും കേട്ടോ. ഞാനിങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ച് ഒരു തരത്തിൽ ഇപ്പുറത്തേക്ക് എത്താറായില്ല, പകുതിയായുള്ളൂ. അപ്പോഴത്തേനാണ് ഞാൻ താഴത്തെ കുറച്ച് വ്യൂ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ പിടിച്ചത്, ടൂറിസ്റ്റുകൾ വേറെ ആൾക്കാരൊക്കെ നിറയെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പുറ സൈഡിലെത്തി ഞങ്ങൾ താഴെ ഇറങ്ങുകയാണ് കേട്ടോ. താഴെ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് നല്ല രസമാണ് താഴെ നിന്ന് ആ പാലം ഒന്ന് പിടിച്ചു കഴിഞ്ഞപ്പം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, എപ്പിക്കാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞെന്ന് ഞാൻ ഇച്ചിരി നേരം വീഡിയോ പിടിക്കാമെന്നും പറഞ്ഞ് അവൻ്റെ ഐഫോണൊക്കെ ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് നമ്മുടെ ചിക്കൂസും റിച്ചുകുഞ്ഞും ഓടിപ്പോയി തോളത്തൊക്കെ കൈയിട്ട് 3 കൂടെ നടന്നു പോകണേ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അയ്യപ്പൻ കോവിലിലേക്ക് പോകാനായിട്ട് താഴേക്ക് കൂടെ വഴിയുണ്ട്, അതിലിങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങും. ആ സമയത്താണ് നമ്മൾ ഇവിടെ കുറേ പച്ചപ്പാർന്ന കുറേ സംഭവങ്ങളൊക്കെ കണ്ട ഇല്ലിയൊക്കെ നിൽക്കണ കാണുമ്പോൾ നല്ല അതിമനോഹരമാണ് കേട്ടോ. നിറയെ ഇല്ലിത്തുറവുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ ഇല്ലിത്തുറവിൻ്റെയൊക്കെ അടുത്ത് കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഇല്ലിത്തുറവിൽ നിന്ന് ഭയങ്കര ഒച്ച കേൾക്കും കേട്ടോ, നമ്മുടെ മേത്തേക്ക് ഒടിഞ്ഞു വീഴുന്ന പോലെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒടിഞ്ഞു വീഴുന്നല്ലോ, ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവുമേ. കാരണം ഈ ഇല്ലിത്തുറവിനകത്തും ഇങ്ങനെ പടപടാന്നും ടക്കേന്നൊക്കെ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു പേടിയൊക്കെ തോന്നും. പക്ഷെ ഞാൻ ചിക്കൂസും കൂടെയാണ് അവിടെ നിന്നത്. അവർ നമ്മുടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് യാത്ര പോയി. അപ്പം ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ കണ്ടതാണ് അമ്പലം കാണുന്നത്. അമ്പലത്തിൽ ഞങ്ങൾ അടുത്തേക്കൊന്നും പോയില്ല, ഭയങ്കര വെയിൽ, ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. നല്ല ഓട്ടോ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓട്ടോ എടുക്കണം, വീണ്ടും ഇപ്പുറത്തൊക്കെ ഒരുപാട് നടക്കാണ്ട്. അപ്പം പിന്നെ പോയേക്കാന്നും പറഞ്ഞ് ഞങ്ങൾ ദൂരെ നിന്ന് സൂം ചെയ്ത് പിടിച്ചതാണ് അത് കേട്ടോ. അങ്ങനെ പോരുമ്പോഴാണ് അവിടെ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നത് കണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വീണ്ടും പോരുകയാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം ലൈവൊക്കെ ഇട്ടു. അപ്പോൾ ഇത്ര